ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ വീണ്ടും മറ്റൊരു ടേസ്റ്റി ജ്യൂസ് റെസിപ്പിയുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾക്ക് ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ റമദാൻ നോയമ്പ് കൂടിയാണല്ലോ. അപ്പോൾ നമുക്ക് നോയമ്പ് തുറ ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടും നമ്മൾക്കിതിനെ കണക്കാക്കാം. അപ്പോൾ എന്തായാലും ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞ കളറിലുള്ള തണ്ണിമത്തനാണ്. നമ്മൾ ചുമന്ന കളറിലുള്ള തണ്ണിമത്തനൊക്കെ വെച്ചിട്ട് ഒരുപാട് ജ്യൂസ് റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞ കളറിലുള്ള തണ്ണിമത്തൻ വെച്ചിട്ട് നമ്മൾക്കൊരു ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ അതിങ്ങനെ നമ്മുടെ സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിൽ കിടന്ന നല്ല കറുത്തിട്ടുള്ള അതിൻ്റെ കുരുവൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുത്തി 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 ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് അതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസ്കസും കൂടിയാണ്. കസ്കസും കൂടി ചേർത്ത് കഴിയുമ്പം നമ്മളുടെ ഈ തണ്ണിമത്തൻ ഭയങ്കരമായിട്ട് തിക്കാവും, കുറച്ചും കൂടിയും തിക്കായിട്ട് വരും. അപ്പോൾ അതിന് ശേഷം പിന്നീട് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ചുമന്ന കളറിലെ തണ്ണിമത്തൻ വെച്ചിട്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കും. അപ്പം ഞാനൊന്ന് മഞ്ഞ കളറിലുള്ള തണ്ണിമത്തൻ വെച്ചിട്ട് അതേ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വളരെ ടേസ്റ്റി ആയിരുന്നു കഴിക്കാനും കുടിക്കാനും ഒക്കെ. അപ്പോൾ കസ്കസ് എല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് 1.5 ഗ്ലാസ് അളവിൽ പാല് ചേർത്ത് കൊടുത്തു. നമ്മൾ എടുത്തിട്ടുള്ള തണ്ണിമത്തനുസരിച്ചിട്ട് നമ്മൾക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുത്ത് ഒത്തിരി ലൂസാക്കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെ ഇരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനപ്പോൾ ഈ തണ്ണിമത്തനെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. അതുപോലെ തന്നെ പാലും നല്ലതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇളക്കി യോജിപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി തണുപ്പൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് അപ്പോൾ തന്നെ കുടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഞ്ഞ തണ്ണിമത്തൻ കൊണ്ടുള്ള ജ്യൂസ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാണാൻ വളരെ കളർഫുള്ളാണ്. നമ്മൾ പെട്ടെന്ന് ഇത് തയ്യാറാക്കി ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കുമ്പോഴേക്കും കഴിച്ചു തുടങ്ങുമ്പോൾ മാത്രമായിരിക്കും അവർക്ക് തണ്ണിമത്തനാണെന്നത് മനസ്സിലാവുക. അല്ലാതെ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും ഇത് തണ്ണിമത്തനാണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. വളരെ വെറൈറ്റി ആയിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തണ്ണിമത്തനൊക്കെ ഇപ്പോൾ ധാരാളം കിട്ടുന്ന സമയമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.